ഹല്ലേലൂയ. ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ ക്രിസ്തുയേശുവിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശത്രുവിനെതിരെ നാം എങ്ങനെ യുദ്ധം ചെയ്യണം, അതിനണിയേണ്ടതായ ഓരോരോ കാര്യങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ അല്പമായി ചിന്തിച്ചു. നാലാമതായിട്ട് നാം അണിയേണ്ട കാര്യമാണ് വിശ്വാസം എന്ന പരിച അണിയേണ്ട ആവശ്യകതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ നീതി എന്ന കവചത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണ്, വിശ്വാസം എന്ന ആ കവചം ധരിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അഥവാ വിശ്വാസം എന്ന പരിച ധരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അന്നത്തെ കാലത്ത് റോമൻ സൈന്യാധിപരുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള പരിചയമുണ്ട്. ഒന്നൊരു വൃത്താകൃതിയിലുള്ള ഒരു നെയ്തെടുത്തതുപോലെയുള്ള പരിച, മറ്റൊന്ന് ഏതാണ്ട് 4.5 അടി നീളവും 2.5 അടി വീതിയും ഉള്ളതായ പരിച. അതാണ് ഒരു പട്ടാളക്കാരൻ അവന് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതവനെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ പരിച ആത്മീയത്തിലേക്ക് വരുമ്പോൾ വിശ്വാസമാണ് ആ പരിച നമുക്ക് കൈമുതലായി ഉണ്ടായിരിക്കേണ്ടത്. ശത്രു പലപ്പോഴും എങ്ങനെ തകർക്കാം, എങ്ങനെ രോഗിയാക്കാം, എങ്ങനെ നമ്മുടെ നന്മകളെ കവർന്നുകൊണ്ട് പോകാം, കുടുംബത്തെ പിടിച്ചുകൊണ്ടു പോകാം ഇത്യാദി രീതികളിലെല്ലാം അവന്റെ യുദ്ധതന്ത്രങ്ങൾ മെയ്യുമ്പോൾ പൂർണ്ണമായി വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുവാനാണ് ഇവിടെ പറയുന്നത്. ഓർക്കുക, ക്രിസ്തുയേശുവിൽ കൂടിയുള്ള ആ വിശ്വാസം. നേരത്തെ നമ്മൾ ചിന്തിച്ചു, നീതി എന്ന കവചം അത് നീതീകരണത്തെ കാണിക്കുന്നതാണ്. എന്നാൽ ഈ വിശ്വാസം എന്ന പരിച അത് ക്രിസ്തുവിൽ കൂടി നമുക്കുള്ള പരിപൂർണ സംരക്ഷണ വലയത്തെ കാണിക്കുന്നതാണ് എന്ന് നാം മറന്നു പോകരുത്. ഇവിടെ നാം ആവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്നതായ ഒരു കാര്യം, എല്ലാവർക്കും ഈ സംരക്ഷണം കിട്ടത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അവിടെ 6 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല തുടങ്ങിയ ചില പദങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ലോകത്ത് അനേകരുണ്ട്, എല്ലാവർക്കും വേണ്ടിയല്ല. പ്രത്യുത ക്രിസ്തുവിനെ കൈക്കൊണ്ട് രക്ഷകനായി സ്വീകരിച്ചവർക്ക് മാത്രമാണ് ഈ പരിച, വിശ്വാസം എന്ന പരിച ഉപയോഗപ്പെടുത്തുന്നത്. അത് വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആയതുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലും കാണുന്ന ഈ പദങ്ങൾ നാം അത്യാവശ്യം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ തിരുമേശ അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു ദൈവകുഞ്ഞിനാണ് ഈ പരിചയുടെ പരിപൂർണമായ സംരക്ഷണം അനുഭവിപ്പാനായിട്ട് കഴിയുന്നത് എന്ന് ഒരിക്കൽ കൂടെ ആ വചനാടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിചയാൽ ആമേൻ ശത്രുവിനെ എതിരിടുവാൻ നമുക്കിടയായി തീരട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നഗരമില്ലല്ലോ